നമുക്ക് വീൽ ചെയർ ഈ കണ്ടീഷനിലാണ് വരുന്നത്. ഇതുപോലെ ഫോൾഡായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കുന്ന ആദ്യം ഇങ്ങനെ ഈ ആ പൈപ്പെ പിടിച്ച് താഴോട്ട് നിവർത്തി ഓപ്പൺ ആക്കി വെക്കുകയാണ്. അതിനുശേഷം ഈ ഫുഡ് റെസ്റ്റ് താഴോട്ട്, ഇതിവിടെ താഴെ ഒരു സൈഡിൽ ഒരു ലിവർ കണ്ടോ, ആ ലിവറിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗം താഴോട്ട് വെക്കുകയാണ്. രണ്ടും അതുപോലെ ചെയ്യുക, താഴോട്ട് വെക്കുക, ലിവറെ പിടിച്ചുകൊണ്ട് പയ്യെ താഴോട്ട് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ ബ്രേക്കും റിക്ലൈൻ ചെയ്യുന്ന ഹാൻഡിൽ രണ്ടും ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണേ. എടുത്ത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ഇതുണ്ട്, ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും. ആ ക്ലിപ്പ് ഇങ്ങനെ വലിച്ചു ഊരുക. ഇതിങ്ങനെ വയറ് ബെൻഡാകാതെ ഇതുണ്ട് ഈ ക്ലിപ്പിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ഹോളിൽ ഈ ക്ലിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, അതുപോലെ വെക്കുക. രണ്ട് സൈഡ് അതുപോലെ ചെയ്യുക. ഇതിൽ ഈ റിക്ലൈൻ ചെയ്യുന്നതിൽ നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ടേ, അതായത് ഈ റെഡിൽ നമുക്ക് റിക്ലൈൻ ചെയ്യുന്നതും ബ്ലാക്ക് ബ്രേക്കുമാണ് അതിലിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ ഹൈ ബാക്ക് സീറ്റാണ്. നമ്മൾ ഇങ്ങനെ അതിലൊരു ഇതുണ്ടൊരു പിൻ ലോക്കുണ്ട്. ആ ഹോളിലേക്ക് ചുമ്മാ പ്രസ് ചെയ്ത് ഇറക്കി വിട്ടാൽ മതി. ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് താഴേക്ക് ഇറക്കിയാൽ മതി. താഴേക്ക് പ്രസ് ചെയ്ത് ഇറക്കി ഈ ഹോളിലേക്ക് എൻ്റെ ലോക്ക് വരത്തക്ക രീതി വെക്കുക. കണ്ടോ, ഇതുപോലെ ഇറക്കി വെക്കുക. അതിൻ്റെ പില്ലോയാണ്. പില്ലോ നമ്മളിങ്ങനെ വെൽക്രോ ഉണ്ട്, അതിൽ ചുമ്മാ ഒട്ടിച്ച് വെക്കുക. ഇതാണ് നമ്മുടെ സീറ്റ്. അതിൻ്റെ പുറകിലത്തത് 2 പിന്നാണ്. പുറകിലത്തെ 2 പിന്ന്, ഫ്രണ്ടിലത്തെ ചെറിയ ഹുക്കാണ്. അത് ഇടുന്ന ഇങ്ങനെ നോക്കാം. വീൽ ചെയർ ഫുൾ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഈ പുറകിൽ ഹോളുണ്ട്, എന്താ ഹോളിലേക്ക് ഇതുപോലെ സീറ്റ് ഹോളും അതിൻ്റെ ഹുക്കും നോക്കി ഇങ്ങനെ ഇറക്കി വെക്കുക. ഇതാണ് ഇതിൻ്റെ ബക്കറ്റാണ്. നമുക്കിതൊരു ഡ്രോ സിസ്റ്റം പോലെയാണ്. ഇതുകൊണ്ട് ആ സീറ്റിൻ്റെ അടിക്കടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അടപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ ഇത് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അടപ്പ് മാറ്റിയിട്ട് ബക്കറ്റ് അങ്ങിട്ട് കൊടുക്കുക. ബക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ടോയ്ലറ്റ് ആവശ്യം കഴിയുമ്പോഴത്തേനും ഇതുണ്ട് ഈ പീസ് എടുത്ത് ഇങ്ങനെ വെച്ചാൽ നമുക്കത് വീൽ ചെയറുമായിട്ട് യൂസ് ചെയ്യാം. ചെയ്യണേ. ഇതുണ്ട് റെഡ് ഹാൻഡിലുണ്ടോ, ചുമന്ന ഹാൻഡിലെ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് എപ്പോൾ താഴോട്ട് വെക്കുക. എന്നാൽ പ്രസ് ചെയ്ത് നമ്മൾ ഇതുണ്ടോ, നമ്മളെ കൈ എപ്പോൾ എടുക്കുന്നോ അപ്പോൾ അവിടെ ലോക്കാവും. ഇത് ഫുള്ള് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇനി റിക്ലൈൻ ഓഫ് ചെയ്യണമെങ്കിൽ ആ റെഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മേള് വരെ കൊണ്ടുപോകും. നമ്മൾ ഈ റെഡ് ഹാൻഡിൽ നിന്ന് കൈ വിട്ടാൽ അപ്പോൾ സ്റ്റോപ്പ് ആവും, അപ്പോൾ ബ്രേക്ക് ആവും. പിന്നെ ഈ ബ്ലാക്ക് ഹാൻഡിൽ അത് ബ്രേക്ക്, നമ്മളിപ്പോൾ പുറയുന്ന ഒരു ബൈസ്റ്റാൻഡറിങ് തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് ബ്രേക്കായിട്ട് യൂസ് ചെയ്യാം, സൈക്കിളിൻ്റെ പോലെ. ഇതാണ് അതിൻ്റെ മാനുവൽ ബ്രേക്കാണ്. ഇങ്ങനെ ഈ ഹാൻഡിൽ ഇങ്ങനെ പുഷ് ചെയ്ത് ഇതിൽ സീറ്റിലോട്ട് ഇങ്ങനെ വെക്കാം. ഇതാ ബ്രേക്ക്, 2 സൈഡിൽ അതുപോലെ വരും. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ആളെ എടുക്കാനുള്ള അത് ഡിറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഈ സൈഡ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു പിൻ ബട്ടൺ കണ്ടോ, അതിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാം. ഇതുപോലെ മാറ്റി വെക്കാം. 2 സൈഡ് അതുപോലെ എടുക്കാവുന്നതാണ്. അത് വെക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പുറകെ വെച്ചുകൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് ആ ലോക്ക് വീണിപ്പോൾ അതുപോലെ എടുക്കാം. 2 സൈഡും എടുക്കാം. ഇത് ഇതിൻ്റെ ഫുഡ് റെസ്റ്റാണ്. ഇതിങ്ങനെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഇതേപോലെ നോബ് ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഈ ഹോളിലേക്ക് കയറ്റുക. ഫുഡ് റെസ്റ്റിൻ്റെ ഒരു ഒത്തിരി ഏതെങ്കിലും ഡിസ്റ്റൻസ് നമുക്ക് കാല് ഏതാണോ കംഫർട്ട് ആകുന്ന അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ബോൾട്ട് ഇടുക. അടിയുന്ന ഇങ്ങനെ ബോൾട്ട് ഇങ്ങനെ നമ്മളിതിൻ്റെ ബോൾട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ നോബ് വെച്ച് പുറകിൽ നിന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുഡ് റെസ്റ്റ് ആയി. 2 സൈഡ് നമുക്കതുപോലെ ചെയ്യാം. കൈമാറ്റിക്ക് ചേർത്ത് 2 സൈഡ് അതുപോലെ ഇട്ടണേ. ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്കിങ്ങനെ ആവശ്യം, നമ്മൾ ഈ ഇതിലെപ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഈ ഫുഡ് റെസ്റ്റ് എപ്പോഴും മടക്കി വെക്കണേ. ഫോൾഡ് ചെയ്യണമെങ്കിലും ഈ ഫുഡ് റെസ്റ്റ് ഇതുപോലെ മടക്കി വെക്കേണ്ടി വരും. അത് നിവർക്കുന്ന ഇങ്ങനെയാണ്. താഴ്ക്കുക, നമ്മുടെ കാല് സപ്പോർട്ട് ചെയ്യുന്ന പീസ് അത് നമ്മളെപ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും ഈ ഫുഡ് റെസ്റ്റ് കാലിൻ്റെ പത്തി വെക്കുന്ന പാദം വെക്കുന്ന ആ ഭാഗം എപ്പോഴും മടക്കി വെക്കണം. ഇതിങ്ങനെ പൊക്കണമെങ്കിൽ നമ്മുടെ റിക്ലൈൻ ചെയ്യുന്ന കൂടെ നമുക്ക് കാലും പൊക്കി വെക്കണമെങ്കിൽ ഇതുകൊണ്ട് ഇത് നമുക്ക് പൊക്കിയാൽ മതി. ഉണ്ട് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് ചുമ്മാ പൊക്കി കൊടുത്താൽ ലേബൽ വരെ നിൽക്കും. ഉണ്ടോ, ഇതുവരെ നിൽക്കും. നമുക്ക് കാലിങ്ങനെ ഇത് റിക്ലൈൻ ചെയ്ത് പുറകുവശം റിക്ലൈൻ ചെയ്ത് ഈ കാലിങ്ങനെ നമുക്ക് നീട്ടി വെക്കാം. ഇനി താഴോട്ട് താക്കണമെങ്കിൽ ഇവിടെ സൈഡിൽ ലിവർ കണ്ടോ, ആ ലിവറിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് താഴോട്ട് പോകും. ഇത് നമ്മൾ 2 ഹാൻഡ് സപ്പോർട്ടിംഗ് വീലാണ്. ഇത് നമ്മൾ റിക്ലൈൻ ചെയ്യുന്ന സമയത്ത് പുറകോട്ട് വീഴാതിരിക്കാനുള്ള സപ്പോർട്ടിംഗ് വീല്. ഇതിലൊരു ലോക്ക് കണ്ടോ, ആ ലോക്കിങ് ഊരുക. ഇതോ ആ കാണുന്ന പൈപ്പിലേക്ക് കയറ്റി വെക്കുക. ആ പൈപ്പ്
എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ പിന്നെ ഹോള് ലെവൽ ചെയ്തുകൊണ്ട് പിന്നെ ലോക്ക് ഇട്ട് വെക്കുക. ലോക്ക് അങ്ങനെ ഇട്ട് വെക്കണം. ലോക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക. അതുപോലെ 2 എണ്ണം ഉണ്ട്, 2 സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഇതെൻ്റെ ഫുഡ് ട്രേ ആണേ. ഇതെൻ്റെ നോബ. അതിങ്ങനെ ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ 2 സ്ലോട്ടുണ്ട്. ഇവിടെ ഒരു സ്ലോട്ടുണ്ട്. ഈ ഹാൻഡിലേൽ ഉണ്ടോ, ഈ 2 ഹുക്ക് ഇതിലേക്ക് ഇങ്ങനെ ട്രേ വയ്ക്കുക. എന്താ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്കാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ട്രേയുടെ കൂടെ ഉള്ളതാണേ. ഇനി നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് വരുമ്പം ഇതുപോലെ ഇരിക്കും വീൽ ചെയർ. ഇങ്ങനെ വരും.